is Reema from Fortune English Academy. Lie or lay? Lie, L-I-E. ഈ L-I-E ലൈക്ക് രണ്ട് മീനിങ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, കള്ളം പറയുക. കള്ളം പറയുക എന്ന ലൈ ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ലൈഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൈഡ്. V1 എന്നുള്ളത് പ്രസൻറ്റ് ഫോമാണ്, V2 എന്നുള്ളത് പാസ്റ്റ് ഫോം ഓഫ് വെർബാണ്, V3 എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബാണ്. അപ്പോൾ കള്ളം പറയുക അതാണ് ലൈ, L-I-E. ആൻഡ് ദ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ആർ ലൈഡ്, ലൈഡ്. ഇനി വേറൊരു ലൈ ഉണ്ട്, സെയിം സ്പെല്ലിംഗ് ആണ് L-I-E, പക്ഷേ ആ ലൈയുടെ മീനിങ് കിടക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും? ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലെയിൻ. അപ്പോൾ ലൈക്ക് രണ്ട് മീനിങ് ഉണ്ട്, കള്ളം പറയുക ആൻഡ് ദ നെക്സ്റ്റ് വൺ കിടക്കുക. ഇനി ലേ, ലേ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ്. അതിൻ്റെ പാസ്റ്റ് ലേഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലേഡ്. അപ്പോൾ ലേ എന്ന് പറഞ്ഞാൽ ഇടുക. ഈ മൂന്നെണ്ണവും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ഡോണ്ട് ടെൽ മീ എ ലൈ, കള്ളം പറയരുത്. അപ്പോൾ ഈ ലൈയുടെ മീനിങ് കള്ളം എന്നാണ്. അത് പാസ്റ്റ് ആകുമ്പോൾ എങ്ങനെ പറയാം? ഹി ലൈഡ് അബൌട്ട് ഹിസ് പാസ്റ്റ്, കള്ളം പറഞ്ഞു. ദെൻ ഷീ ഹാഡ് ലൈഡ് ടു ഹിം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണെങ്കിൽ ഹാഡ് ലൈഡ് എന്ന് പറയാം. കണ്ടോ? അപ്പോൾ ലൈ, കള്ളം പറയുക. ആ കള്ളം പറയുക എന്നുള്ളതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം തന്നെയാണ്, ലൈഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും സ്പെല്ലിംഗ് മാറിപ്പോരുത്. ലൈ, ലൈഡ്, ലൈഡ്. കള്ളം പറയുക, കള്ളം പറഞ്ഞു. ലൈ, ലൈഡ്, ലൈഡ്. ഓക്കെ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പല എക്സാംസിനും വരാറുണ്ട്. അപ്പോൾ പലർക്കും ഇത് ലൈ ആണോ ലേ ആണോ ഇങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ്, ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് വൺ. ലൈ, L-I-E. ഇതേ സ്പെല്ലിംഗ് ആണ്, പക്ഷേ മീനിങ് എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നാണ്. ഐ ലൈ ഹിയർ എവ്രി ഡേ, ഇത് നമുക്ക് പ്രസൻറ്റിൽ പറയാം അല്ലേ? ഐ ലൈ ഹിയർ എവ്രി ഡേ. എന്നാൽ ഞാൻ കിടന്നു എന്ന് പറയണമെങ്കിലാണ് ലേ എന്ന് പറയേണ്ടത്. ദ ക്യാറ്റ് ലേ ഓൺ മൈ കീബോർഡ് ആൻഡ് ഫെൽ എസ്ലീപ്പ്. ലൈയുടെ പാസ്റ്റ് ലേ. ഇനി അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ എങ്ങനെ വരും? ഐ ഹാഡ് ലെയിൻ ഹിയർ ബിഫോർ ഷീ അറൈവ്ഡ്. ഹാഡ് ലെയിൻ. കണ്ടോ? ലൈ, ലേ, ലെയിൻ. അപ്പോൾ ഈ ലൈ എന്നുള്ളത് കിടക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. കിടക്കുക, കിടന്നു. ലൈ, ലേ, ലെയിൻ. ഇതും സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കരുത്, കറക്റ്റായിട്ട് തന്നെ ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ലൈ, L-I-E, നമ്മൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ ഓർത്തോണം അത് കിടക്കുക എന്നാണോ അതോ കള്ളം പറയുകയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. നെക്സ്റ്റ് വി ഹാവ് ലേ. ലേ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും നോക്കാം. ലേഡ്. ലേ, ലേഡ്, ലേഡ്. ഫോർ എക്സാമ്പിൾ, ഐ ലേ മൈ ബുക്ക് ഓൺ ദ ടേബിൾ എവ്രി നൈറ്റ്. ഞാൻ എന്നും ടേബിളിൻ്റെ മുകളിലാണ് എൻ്റെ ബുക്ക് ഇടുന്നത്. വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഐ ലേ മൈ ബുക്ക്. ദെൻ പാസ്റ്റ് നോക്കാം. വി ലേഡ് അ പിക്നിക് ബ്ലാങ്കറ്റ് ഓൺ ദ ഗ്രൗണ്ട്. വി ലേഡ്. കണ്ടോ? ലേഡ് പാസ്റ്റാണ് ലേഡ്. ഇനി അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഷീ ഹാഡ് ലേഡ് ഹർ ബുക്ക് ബിഫോർ ഷീ ലെഫ്റ്റ്. ഷീ ഹാഡ് ലേഡ്. ഹാഡ് ലേഡ്. കണ്ടോ? സോ ഈസി ആയിട്ട് നമുക്ക് ലേ, ലേഡ്, ലേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലേന്ന് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ മീനിങ് ഇടുക എന്നാണ്. ഓക്കെ. അപ്പോൾ ഈ മൂന്നെണ്ണവും മറക്കാതെ തന്നെ പഠിക്കുക. താങ്ക് യു സോ മച്ച്. Do like, share and subscribe our channel. Stay tuned for more videos.